empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സൂസന്നയെ കുറിച്ചായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ കാരണമില്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് പരിഹാസ വാക്കുകൾ കൊണ്ട് കുറ്റപ്പെടുത്തപ്പെട്ടപ്പോഴെല്ലാം കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തിയ സൂസന്നയെ കുറിച്ച് നമ്മൾ കണ്ടു. ആ ഒരു വിചാരണയ്ക്ക് മുൻപിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവളുടെ കുടുംബം അവളോട് കാണിച്ച ആ ഒരു ഐക്യം, ആ ഒരു സ്നേഹം, മാതാപിതാക്കളും ഭർത്താവും മക്കളും സുഹൃത്തുക്കളും എല്ലാം ഒന്നു ചേർന്ന് ഐക്യത്തോടെ ആ ഒരു പ്രശ്നത്തെ നേരിടുന്ന ആ ഒരു അവസ്ഥ, കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഐക്യത്തെ കുറിച്ച് നമുക്ക് പുതിയ ബോധ്യങ്ങൾ നൽകുകയായിരുന്നു. മാതാപിതാക്കൾ എല്ലാ കൽപ്പനകളും പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു മകൾ എപ്രകാരം കർത്താവിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ ആ ഒരു വലിയ വിചാരണയിൽ നിന്ന് അവൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തകനായ ദാവീദ് 84-ാം അധ്യായം അവിടെ 11-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. സൂസന്നയുടെ ജീവിതത്തിൽ ഈ ഒരു വചനം പരിപൂർണമായും നിറവേറുന്നതായി നമ്മൾ കാണുകയുണ്ടായി. കർത്താവ് അവളുടെ ജീവിതത്തിൽ സൂര്യനായി പരിചയായി നിൽക്കുകയായിരുന്നു. പരമാർത്ഥതയോടെ ഹൃദയവിശുദ്ധിയോടെ അവൾ വ്യാപരിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ പിന്നീട് ഒരു നന്മയും നിഷേധിക്കപ്പെടുന്നില്ല. നമുക്കും ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അഭിഷേകം ചെയ്യുമ്പോഴാണ് ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുക. ആ ഒരു ആഗ്രഹത്തോടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ, കർത്താവിന്റെ വചനത്തോട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഉത്തരം കൊടുക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. അത് മുട്ടോളം പോരായി, അരയോളം പോരായി, അത് മുട്ടോളം പോരായി, അരയോളം പോരായി, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ പരിശുദ്ധാത്മാവേ, അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. അളവില്ലാതെ എന്നിൽ നിറയണമേ.
പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. നിറയണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. അളവില്ലാതെ ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ അമ്മേ, ഞങ്ങളിലും ഈ ഒരു അഭിഷേകം നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, കർത്താവിന്റെ ഹിതപ്രകാരം മാത്രം ഞങ്ങളുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകുവാൻ ആ ഒരു അഭിഷേകം ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ശ്രേഷ്ഠ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന രീതിയിൽ പരിശുദ്ധ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന ജെസബെലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടതെല്ലാം, പരിശുദ്ധ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഒരു പാഠമാകാനായിട്ടാണ്. അപ്പോൾ ജെസബെലിനെ കർത്താവ് ഇവിടെ എഴുതി വെച്ചപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. ജെസബെലിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും എന്താണ് സംസാരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ജെസബെലിന് എവിടെയെല്ലാമാണ് തെറ്റുപറ്റിയത്? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായി പോകുന്നത്. ആരായിരുന്നു ജെസബെൽ? രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് നമ്മൾ ജെസബെലിനെ കണ്ടുമുട്ടുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ തുടങ്ങി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ എത്തുന്നത് വരെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് ജെസബെൽ. അവൾ ഒരു വിജാതീയ പെൺകുട്ടിയായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായിരുന്ന ആഹാബ് വിവാഹം കഴിക്കുന്ന സീദോൻ രാജാവിന്റെ മകളാണ് ജെസബെൽ. സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഇസ്രായേൽ ജനതയുടെ രാജാവ് വിവാഹം ചെയ്തത് ഒരു വിജാതീയ സ്ത്രീയെയായിരുന്നു. അവിടെ തന്നെ കർത്താവിന്റെ കൽപ്പന ലംഘിക്കപ്പെടുകയാണ്. ആഹാബ് കർത്താവിന്റെ വചനങ്ങൾക്ക്, കർത്താവിന്റെ നിയമങ്ങൾക്ക് എതിരായി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു രാജാവായിരുന്നു. ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞെങ്കിലും ആ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കർത്താവിന്റെ ആഗ്രഹങ്ങളെ, കർത്താവിന്റെ നിയമങ്ങളെ എല്ലാം തെറ്റിച്ച ഒരു മനുഷ്യനായിരുന്നു ആഹാബ്. അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്ന ജെസബെൽ ആകട്ടെ തികഞ്ഞ ഒരു വിഗ്രഹാരാധകയായിരുന്നു. അവരുടെ ദൈവങ്ങളായ ബാലിന്റെയും അശേരയുടെയും ഒക്കെ 400ഓളം പ്രവാചകന്മാരെ ഈ ജെസബെൽ രാജ്ഞി വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ അവളുടെ കൂടെ കൊണ്ടുവരികയാണ്. അവൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവരെ അവൾ പോറ്റി വളർത്തുന്നു എന്ന പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അത്രയേറെ വിഗ്രഹാരാധനയിൽ ആശ്രയം വെച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ജെസബെൽ. അവളിലൂടെ വന്നുപോയ ആ സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒന്ന് ചിന്തിക്കാനായി പോകുന്നത്. ഇവിടെ ഒത്തിരിയേറെ സാധ്യതകളുള്ള, അധികാരമുള്ള, സമ്പത്തുള്ള
കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ജെസബെൽ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൾക്ക് കിട്ടിയ ആ സാധ്യതകളെല്ലാം, അവൾക്ക് ലഭിച്ച ആ ദാനങ്ങളെല്ലാം അവൾ ഉപയോഗിച്ചു. വളരെ തെറ്റായ രീതിയിലാണ് അവൾ ഉപയോഗിച്ചത്. എന്നിരിക്കലും അവൾ അതെല്ലാം ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ സാത്താനെ കുറിച്ച്, നമ്മുടെ ശത്രുവായ പിശാചിനെ കുറിച്ച്? അവൻ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അവന്റെ ജോലിയിൽ എപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന ഒന്നാണ് സാത്താൻ എന്ന് നമുക്കറിയാം. എപ്പോഴും അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ പരക്കം പാഞ്ഞു നടക്കുകയാണ് പരിശുദ്ധ വചനം പറയുന്നത്. ഒട്ടും വിശ്രമമില്ലാതെ, മടിയില്ലാതെ തൻ്റെ ജോലികൾ, തൻ്റെ ആ തെറ്റായ ജോലികൾ ചെയ്യുന്നതിൽ വളരെ മിടുക്കനാണ് സാത്താൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, തനിക്ക് ലഭിച്ച കഴിവുകളെല്ലാം, തനിക്ക് ലഭിച്ച ദാനങ്ങളെല്ലാം തെറ്റായ രീതിയിൽ ഉപയോഗിച്ച ഒരു സ്ത്രീ ആയിരുന്നു ജെസബെൽ. അവളെല്ലാം ഉപയോഗിച്ചു. അവളുടെ സമ്പത്ത് ഉപയോഗിച്ചു, അവളുടെ ആ ഒരു അധികാരം, അവളുടെ ഇൻഫ്ലുവൻസ്, അവളുടെ ബന്ധങ്ങൾ, അവളുടെ സൗന്ദര്യം, സമ്പത്ത് എല്ലാം അവൾ ഉപയോഗിച്ചു. പക്ഷേ അതെല്ലാം കർത്താവിനെതിരായിട്ടാണ് അവൾ ചെയ്തത്. കർത്താവിന്റെ ജനത്തിന്റെ രാജ്ഞി പദത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിനെതിരായി അവൾ പരിപൂർണമായും പ്രവർത്തിക്കുകയാണ്. തനിക്ക് ലഭിച്ച എല്ലാ സാധ്യതകളും കർത്താവിന് നിരക്കാത്ത രീതിയിൽ അവൾ ഉപയോഗിക്കുകയായിരുന്നു. നമുക്ക് പരിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം, അവിടെ 31-ാം വാക്യത്തിലാണ് ജെസബെലിനെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എദ്ബാലിന്റെ മകൾ ജെസബെലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. കർത്താവിന് അനിഷ്ടകരമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ആഹാബ് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ജെസബെലിനെ വിവാഹം ചെയ്ത ശേഷം ആഹാബ് രാജാവ് ബാൽ ദേവനെ ആരാധിക്കാനായി ആരംഭിക്കുകയാണ്. 18-ാം അധ്യായം 19-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കർത്താവ് ഏലിയാ പ്രവാചകനോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ജെസബെൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ ജെസബെൽ വിവാഹം കഴിഞ്ഞ് ഒരു രാജ്ഞിയായി ആ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ അവൾ ചെയ്ത കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു രാജ്ഞി എന്ന നിലയിൽ അവളുടെ ആ സ്ഥാനത്തെ അവൾ ഇവിടെ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു. നമുക്കറിയാം, ഒരു രാജ്ഞി പദത്തിൽ ഇരിക്കുമ്പോൾ അവൾക്ക് അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവളുടെ ആ സ്വാതന്ത്ര്യം കർത്താവിന്റെ കൽപ്പനകളെ ലംഘിക്കാനായി അവൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഇതിന്റെ ഫലമായി എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ദേശത്ത് വലിയൊരു കഷ്ടം, വലിയൊരു അപകടം അതിലൂടെ സംഭവിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം, അവിടെ 32-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സമറിയായിൽ ഇവിടെ ആഹാബ് രാജാവ് ജെസബെലിനെ വിവാഹം ചെയ്ത് ഈ കണ്ട പ്രവാചകന്മാരുടെ ഒക്കെ കൂടെ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് പരിശുദ്ധ വചനം പറയുന്നത്. സമറിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു. തൊട്ടടുത്ത വചനം പറയുകയാണ്, അവനൊരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജെസബെൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച്, തനിക്കുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ച് ആ പ്രവാചകന്മാരെ അവിടെ ഇങ്ങനെ പോറ്റി വളർത്തിയപ്പോൾ അതിന്റെ പരിണിത ഫലമായി കർത്താവിന് മാത്രം സമർപ്പിക്കപ്പെട്ട ആ ജനത്തിന്റെ ഇടയിൽ ബാലിനും അശേരയ്ക്കുമൊക്കെ ബലിപീഠങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടാവുകയാണ്. ഇതിന്റെ ബേസ് എന്തായിരുന്നു? ജെസബെൽ എന്ന ആ ഒരു ഒറ്റ സ്ത്രീ, അവൾക്ക് ആ കിട്ടിയ അവളുടെ ആ ഒരു സാധ്യത, അവൾക്കുണ്ടായിരുന്ന ആ ഒരു അധികാരം ഇവിടെ ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണ്.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത അവസ്ഥയിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മളും പല പല അധികാരങ്ങളിൽ ഇരിക്കുന്നവരാണ്. നമുക്കും ഒത്തിരിയേറെ സ്വാധീനങ്ങളുണ്ട്. അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെയോ കർത്താവിനെതിരായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നാം അതെല്ലാം ഉപയോഗിക്കുന്നത്? നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വാധീനം, നമുക്കുള്ള അധികാരം, നമ്മുടെ എല്ലാം, നമ്മുടെ സൗന്ദര്യമാകട്ടെ, നമുക്കുള്ള സാഹചര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇവിടെ ജെസബെലിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം അതാണ്. ജെസബെൽ എന്ത് തെറ്റായി ഉപയോഗിച്ചുവോ, ആ ഉപയോഗത്തിലൂടെ അവൾക്ക് എന്ത് സംഭവിച്ചുവോ, അതിലൂടെ എനിക്കും നിനക്കും കർത്താവ് നൽകുന്ന പാഠം എന്താണ്? നമ്മുടെ സാധ്യതകളെ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ദാനങ്ങളെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ജെസബെൽ തന്റെ അധികാരം ഉപയോഗിച്ച് തന്നെ, തന്റെ സമ്പത്ത് ഉപയോഗിച്ച് തന്നെ ഇവിടെ ആഹാബിന് തെറ്റായ ഒരു ആഗ്രഹം വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, നാബോത്ത് എന്ന അവന്റെ പേര്, അവന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ, തന്റെ പേരിൽ എഴുതി മേടിക്കുവാൻ രാജാവായ ആഹാബിന് ഒത്തിരിയേറെ സാധ്യതകളും സമ്പത്തും ഒക്കെ വേറെയുണ്ട്. എന്നാൽ അവന്റെ ഒരു അതിമോഹം എന്ന നിലയിൽ ആ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ മേൽ, പാവപ്പെട്ടവനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ മേൽ ഈ ആഹാബിന് ആകർഷണം തോന്നുകയാണ്. ഇതറിഞ്ഞ ജെസബെൽ വളരെ ക്രൂരമായി ചതിയിലൂടെ ആ നാബോത്തിൽ നിന്ന് ആ മുന്തിരിത്തോട്ടം രാജാവിനായി വാങ്ങുകയാണ്. അതിലൂടെ നാബോത്ത് കൊല്ലപ്പെടുകയാ ചെയ്യുന്നേ. അത്രയേറെ ചതിയിലൂടെ തനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന ജെസബെലിനെ കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണ്. നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. നമുക്കുള്ള സാധ്യതകൾ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ? കർത്താവിന്റെ ഹൃദയത്തെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു ഭാര്യ എന്ന നിലയിൽ ഇവിടെ ജെസബെൽ എന്താ ചെയ്തത്? നമുക്ക് 21-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ കർത്താവ് തന്നെ പറയുന്ന കാര്യമാണത്. ഭാര്യയായ ജെസബെലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി, ഭാര്യയായ ജെസബെലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ, കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ, തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ആരും ഉണ്ടായിട്ടില്ല. ഏലിയ പ്രവാചകനിലൂടെയുള്ള കർത്താവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഭാര്യയുടെ പ്രേരണയ്ക്ക് വഴങ്ങി. ഒരു ഭാര്യയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന്, അവൾക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചതാണ്. സഫീറയുടെ ജീവിതത്തിലൂടെയും അബിഗായേലിന്റെ ജീവിതത്തിലൂടെയും എല്ലാം നമ്മൾ കണ്ടു. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു ഭാര്യ കുടുംബത്തിന് വരുത്തി വെക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ആഹാബിന്റെ ജീവിതത്തെ ഭാര്യയായ ജെസബെൽ തീർത്തും തകർത്ത് കളയുകയായിരുന്നു. കർത്താവിന് അനിഷ്ടകരമായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ജെസബെൽ ആഹാബിനെ നിർബന്ധിക്കുകയായിരുന്നു, പ്രേരിപ്പിക്കുകയായിരുന്നു. ആ പ്രേരണയ്ക്ക് വഴങ്ങിയ ആഹാബ് വളരെ ദയനീയമായ രീതിയിൽ കർത്താവിന്റെ വിധിയെ ഏറ്റുവാങ്ങുന്നുണ്ട്. ജെസബെലിനും വളരെ ദയനീയമായ ഒരു അന്ത്യമാണ് അവിടെ ജെസബെലിന് സംഭവിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സ്ഥാനങ്ങളെ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സാധ്യതകളെ എപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തനിക്ക് കിട്ടിയ സാഹചര്യത്തെ വളരെ ജ്ഞാനത്തോടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുമുട്ടാനായി സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് കിട്ടിയ സാഹചര്യത്തെ വളരെ വിദഗ്ധമായി കർത്താവിന്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പൗലോസ്ലീഹായെ നമുക്ക് കാണുവാനായി സാധിക്കും. അഗ്രിപ്പ രാജാവേ, പൗലോസ്ലീഹ അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ വിചാരണയ്ക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് പൗലോസ്ലീഹ പറയുകയാണ്, അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ചോദ്യവും ഉത്തരവും എല്ലാം പൗലോസ്ലീഹ തന്നെയാ പറയുന്നത്. പൗലോസ്ലീഹ ആ ഒരു സാധ്യതയെ, ആ ഒരു സാഹചര്യത്തെ കർത്താവിന് വേണ്ടി പിടിച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് അഗ്രിപ്പ രാജാവിന്റെ ഒരു റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു,
അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? ഇവിടെ അഗ്രിപ്പ രാജാവിന് പൗലോസ് ലിഹായുടെ നീക്കം എന്താണെന്ന് മനസ്സിലാവുകയാണ്. ആ ചോദ്യവും ഉത്തരവും എല്ലാം കേട്ടപ്പോൾ എളുപ്പത്തിൽ തന്നെ ക്രിസ്ത്യാനിയാക്കാനുള്ള ഒരു പുറപ്പാടിലേക്കാണ് പൗലോസ് ലിഹ പോകുന്നതെന്ന് അഗ്രിപ്പ രാജാവിന് മനസ്സിലായി. അതിന് ഉത്തരമായി പൗലോസ് ലിഹ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ, എളുപ്പത്തിലോ അല്ലാതെയോ, നീ മാത്രമല്ല ഇന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പൗലോസ് ലീഹായുടെ കൈകളിൽ ചങ്ങലകൾ കെട്ടി അദ്ദേഹത്തെ രാജാവിന്റെ മുൻപിൽ വിചാരണയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പോലും പൗലോസ് ലീഹ എന്തിനാ പരിശ്രമിക്കുന്നത്? ആ അഗ്രിപ്പ രാജാവിനോട് സുവിശേഷം പറയാനാ പൗലോസ് ലീഹ ഇവിടെ പരിശ്രമിക്കുന്നത്. ഇതിലും എത്രയോ നല്ല അവസരങ്ങൾ കർത്താവ് നമുക്ക് മുൻപിൽ നീട്ടി തരുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധയോടെ ജാഗരൂകതയോടെ ആയിരിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ, നമ്മുടെ മുൻപിൽ കർത്താവ് നീട്ടിത്തരുന്ന സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇവിടെ ജെസബൽ തനിക്ക് കിട്ടിയ ഓരോ സാഹചര്യങ്ങളും ഓരോ സാധ്യതകളും വളരെ വിവേകത്തോടെ എന്ന് പറയാൻ സാധിക്കത്തില്ല, പക്ഷേ അതിൻ്റെതായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ജെസബൽ തന്റെ കാര്യം നേടാനായി ഉപയോഗിക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇതുപോലെ എത്രയോ സാഹചര്യങ്ങൾ, സാധ്യതകൾ കർത്താവ് നമുക്ക് മുൻപിൽ നീട്ടിത്തരുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എത്രമാത്രം സ്വാധീനം തനിക്കുണ്ടെന്ന് ജെസബൽ നമുക്കൊക്കെ കാണിച്ചു തന്നു. ഇതൊരു ചലഞ്ചായി നമുക്ക് എടുക്കാം പ്രിയമുള്ളവരെ. നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കർത്താവിന് വേണ്ടി ജെസബലിനെ പോലെ വളരെ തീക്ഷ്ണതയോടെ നമ്മുടെ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നവരായി നമുക്ക് മാറാം. ഒന്നും വിട്ടുകളയാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്കുള്ളതെല്ലാം, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നതെല്ലാം ഉപയോഗിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ അത് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് സ്വയം ചിന്തിക്കുക. അതിനായിട്ടാണ് ഇന്ന് ജെസബലിനെ കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ സാധ്യതകളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതിനെ എല്ലാം എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ എത്രമാത്രം സ്വാധീനം എനിക്ക് എൻ്റെ കുടുംബത്തിൽ ചെലുത്താൻ സാധിക്കുന്നുണ്ട്? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തെ കർത്താവിലേക്ക് നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് നൽകിയതിനെ അതിന്റെ 100 ഇരട്ടിയായി കർത്താവിന് തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു അഭിഷേകം അത് നമുക്ക് ചോദിച്ചു വാങ്ങാം. പരിശുദ്ധാത്മാവിനോട് ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു കൃപ അത് തെറ്റായി ഉപയോഗിച്ചപ്പോൾ ജെസബലിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു ദുരന്തമുണ്ട്. അതുപോലെ കർത്താവിൽ നിന്നുമുള്ള അനുഗ്രഹത്തെ തട്ടി മാറ്റുന്നവരായി നമ്മൾ മാറരുത് പ്രിയമുള്ളവരെ. കർത്താവ് അനുഗ്രഹങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കാൻ യോഗ്യതയുള്ള പാത്രങ്ങളായി നമ്മൾ മാറണം. കർത്താവിന്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമ്മൾ മാറണം. സാഹചര്യങ്ങളെ, സാധ്യതകളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളെയും ഉപയോഗിക്കുന്നവരായി, അത് നന്നായി പ്രയോജനപ്പെടുത്തുന്നവരായി നമ്മൾ മാറണം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കുവാനായി ഒരുങ്ങാം. എന്തൊക്കെ വന്നാലും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നാലും നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നൽകിയിരിക്കുന്ന സാധ്യതകൾ, സാഹചര്യങ്ങൾ, ദാനങ്ങൾ അതിന്റെ മാക്സിമത്തിൽ ഉപയോഗിക്കാൻ, പ്രയോജനപ്പെടുത്താൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ.
അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഒപ്പമുണ്ട്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റു പറയുന്നു, യാതൊന്നിനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭൂഷനായി തോന്നിയാലും, ഈശോ, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭൂഷനായി തോന്നിയാലും, ഹല്ലേലൂയ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ഞങ്ങൾക്കത് മാത്രം മതി ഈശോയെ. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. ഹല്ലേലൂയ, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, ഹല്ലേലൂയ. യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഈശോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഹല്ലേലൂയ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഈശോയേ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന, കൈ പിടിച്ച് നടത്തുന്ന, ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജസബലിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. കർത്താവ് നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാനായി ശ്രമിക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ വേലയിൽ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ പ്രത്യേകമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഷെക്കേന ന്യൂസിന് വേണ്ടി, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.